പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കിക്കൊണ്ട് ബി.ജെ.പി. ചരിത്രപരമായ മുന്നേറ്റത്തിലേക്ക് കുതിക്കുകയാണ്. 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാനത്ത് 200 സീറ്റുകളിലേക്ക് അടുക്കുകയാണ്. ദശാബ്ദങ്ങളായി ലക്ഷ്യം വെച്ചിരുന്ന ബംഗാൾ ഭരണം ഇത്തവണ ബി.ജെ.പി. പിടിച്ചെടുക്കുമെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ആദ്യഘട്ട വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി.ജെ.പി. 180-ലധികം സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു. തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വടക്കൻ ബംഗാളിലും ടി.എം.സിയുടെ ഉറച്ച കോട്ടകളിലും വിള്ളൽ വീഴ്ത്താൻ ബി.ജെ.പിക്ക് സാധിച്ചു. ഹിന്ദു വോട്ടുകളുടെ വലിയ തോതിലുള്ള ഏകീകരണമാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലെന്നാണ് ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരി അവകാശപ്പെടുന്നത്. മുസ്ലിം വോട്ടുകളിലുണ്ടായ വിള്ളലും ബി.ജെ.പിക്ക് ഗുണകരമായി. 95% മുസ്ലിം വോട്ടുകൾ ലഭിച്ചിരുന്ന ബൂത്തുകളിൽ പോലും ഇത്തവണ ബി.ജെ.പി. മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തിരിച്ചടി നേരിടുമ്പോഴും പതറാതെ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തുണ്ട്. സൂര്യാസ്തമനത്തിന് ശേഷം ചിത്രം മാറുമെന്നാണ് മമത പ്രവർത്തകരോട് പറഞ്ഞത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഏജന്റുമാർ പുറത്തു പോകരുതെന്നും മെഷീനുകളിൽ അട്ടിമറി നടക്കുന്നുണ്ടെന്നും മമത ആരോപിക്കുന്നു. കേന്ദ്രസേനയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉപയോഗിച്ച് ബി.ജെ.പി. കൃത്രിമം കാണിക്കുകയാണെന്നാണ് തൃണമൂലിന്റെ ആക്ഷേപം. ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടതുപക്ഷവും കോൺഗ്രസും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്ന കാഴ്ചയാണ് ഇത്തവണ കാണുന്നത്. പതിറ്റാണ്ടുകൾ ഭരിച്ച ഇടതിന് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ പോലും നേടാനാവാത്ത അവസ്ഥയാണ്. കോൺഗ്രസ് ആകട്ടെ സംഭൂചരായേക്കാനും സാധ്യതയേറെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ബംഗാൾ വോട്ടർമാർ ഏറ്റെടുത്തു. ദീദിയുടെ 10 വർഷത്തെ ഭരണം അവസാനിക്കുമോ? കഴിഞ്ഞൊരു പതിറ്റാണ്ടായി ബംഗാൾ ഭരിക്കുന്ന തൃണമൂലിന് ബി.ജെ.പി. ഉയർത്തുന്ന വെല്ലുവിളി അതിശക്തമാണ്. ബംഗാളിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമായ ചിത്രം പുറത്തു വരും.